ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ. അപ്പോൾ ISROയുടെ തന്നെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ്, സാലറി, മറ്റ് അലവൻസ്, പ്രൊമോഷൻ സാധ്യത തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, 18/9/2024 നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മെഡിക്കൽ ഓഫീസർ വിളിച്ചിട്ടുണ്ട്, സയൻറ്റിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, എഞ്ചിനീയേഴ്സ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ ബി വിളിച്ചിട്ടുണ്ട്, ഡ്രാഫ്റ്റ്മാൻ ബി വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് രാജഭാഷ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മെഡിക്കലിൻ്റെതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ ആര് കാണുന്നുണ്ടോ എന്നറിയില്ല. അതിലേക്ക് തന്നെ ഏവിയേഷൻ മെഡിസിന് ഇതിൽ ജനറൽ ഒരു വേക്കൻസിയാണ്. അവർക്ക് ഈ പറയുന്ന MD ഇൻ ഏവിയേഷൻ മെഡിക്കൽ ഇങ്ങനെയുള്ള കുറച്ച് ക്വാളിഫിക്കേഷനാണ്. വിത്ത് MBBS ഒക്കെ വേണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പോർട്സ് മെഡിസിൻ ഉണ്ട്, അതിലൊക്കെ വേക്കൻസി ഉണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ്. ദെൻ മെഡിക്കൽ ഓഫീസർ ഒരു വേക്കൻസി, ഇതിലേക്ക് ജസ്റ്റ് MBBS ഡിഗ്രിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊക്കെ സ്ക്രീനിങ് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്കുള്ള വേക്കൻസികളും അതിൻ്റെ എലിജിബിലിറ്റിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതിൽ സ്ട്രക്ചറൽ ഡിസൈൻ ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു വേക്കൻസി ജനറലാണ് വന്നിരിക്കുന്നത്. ആ ഒരു വേക്കൻസി കേട്ടോ, ജനറൽ വേക്കൻസിയാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് BE or BTech ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE or BTech പാസ്സായിരിക്കണം. അതിലേതെങ്കിലും ഒന്ന് വേണം. പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലോ ME or M.Tech വേണം കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് വേണം. ഓക്കെ, അപ്പോൾ BE or BTech നിങ്ങൾക്ക് ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ME or M.Tech സ്പെഷ്യലൈസേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലായിരിക്കണം. ഈ പറയുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലോ ഒന്നെങ്കിൽ ME ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ M.Tech ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ISRO എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിന് വേക്കൻസികളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ISROയുടെ വിവിധ റിസർച്ച് യൂണിറ്റിലേക്കൊക്കെയുള്ള വേക്കൻസികളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളത് ഒരിക്കലും നോക്കരുത്. നമ്മൾ എലിജിബിൾ ആണോ, നമ്മൾ ഏജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കട്ടോ. കാരണം ഇതിലേക്ക് നമുക്ക് എക്സാം ഫീ ഒക്കെ റീഫണ്ട് കിട്ടുന്ന അവസ്ഥകളുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഈ പറയുന്ന ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കീമൊക്കെ ഞാൻ പറയാം. ഇതിൽ ഇനി അടുത്ത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഈ പറയുന്ന എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയാണ്. അതിലേക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് വിളിച്ചിരിക്കുന്നത്. 2 വേക്കൻസിയും ജനറൽ വേക്കൻസിയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ SC ST OBC ഇങ്ങനെ അവിടെ റിസർവ്ഡ് വേക്കൻസി ഒന്നും ഇതിലില്ല, പക്ഷേ ജനറലാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് BE or BTech എനി ഡിസിപ്ലിനാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ BE or BTech പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലോ അതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷനുള്ള ME അല്ലെങ്കിൽ M.Tech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക സെലക്ഷൻ മെത്തേഡ്. ഇനി അടുത്ത സേഫ്റ്റി ഓർ റിലയബിലിറ്റി എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിലും ജനറൽ വേക്കൻസിയാണ്, ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BE or BTech ഏതെങ്കിലും ഡിസിപ്ലിനിൽ BE or BTech പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന സേഫ്റ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി എഞ്ചിനീയറിംഗിലുള്ള ആ ഒരു ME or M.Tech ഉണ്ടായിരിക്കണം എന്നുള്ള കേട്ടോ. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പ്ലസ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ. ഇനി അടുത്തത് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ഓർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ജനറലാണ് 3 വേക്കൻസി. ആർക്കാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് BE or BTech എനി ഡിസിപ്ലിനാണ്. പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തും കൂടെ വേണം ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലോ അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ME or M.Tech പാടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് വരുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആണ്. ഇതിലും നമുക്ക് ജനറൽ വേക്കൻസി തന്നെയാണ്. 2 വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇത് പോസ്റ്റ് കോഡാണ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് കോളത്തിലുള്ള പോസ്റ്റ് കോഡാണ്. നിങ്ങൾക്കൂടെ ഓരോന്നും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോസ്റ്റ് കോഡ് 4 മുതലാണ് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നിങ്ങൾക്കൂടെ കാണുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. പോസ്റ്റ് കോഡ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 8
8ാമത്തെ പോസ്റ്റ് കോഡാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ജനറൽ 2 വേക്കൻസി ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നമുക്ക് എനി ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് ഉള്ളവർക്ക് പ്ലസ് ബി ഓർ ബി ടെക് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ അതിന് തുല്യമായുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സേഫ്റ്റിയിലോ ഉള്ള ME or M.Tech അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് 9ാമത്തെ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് ഒരു വേക്കൻസി തന്നെയാണ്, ജനറൽ വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എനി ഡിസിപ്ലിനിൽ BA അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണമെന്ന് വെച്ചാൽ തെർമൽ എഞ്ചിനീയറിംഗിലുള്ള ME or M.Tech ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ BA or BTech വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ 2 രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ME or M.Tech തന്നെ വേണം, അതിൻ്റെ PG തന്നെ വേണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് അതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് റിസർവ്ഡ് വേക്കൻസി ഒന്നുമില്ല, എല്ലാം ജനറൽ വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 10 എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ 10 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേക്കൻസി കാണാം. ടോട്ടൽ 13 വേക്കൻസി ഉണ്ട്. അതിൽ നമുക്ക് ഒരു വേക്കൻസി ബാക്ക്ലോഗ് വേക്കൻസിയാണ്. അതായത് മുൻപത്തെ റിക്രൂട്ട്മെൻറ്റിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത വേക്കൻസിയാണ്. അത് STK ആണ് കേട്ടോ, റിസർവ്ഡ് വേക്കൻസിയാണ്. ബാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാം 12 വേക്കൻസിയിൽ ജനറൽ 5 വേക്കൻസി, OBC 3, SCക്ക് 2, STക്ക് 1, EWS 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എല്ലാം ഞാൻ പറയാം കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ആണ് ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത് നമുക്കിവിടെ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ രണ്ടാമത്തെ പോസ്റ്റ് നമ്പർ 11 ഇലക്ട്രോണിക്സ് ആണ്. 11 വേക്കൻസി നമുക്കിതിലുണ്ട്. ജനറൽ 4, OBC 3, SC 2, ST 1, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ആണ്. ഇതിൽ 2 വേക്കൻസിയാണ്. ജനറൽ 1, OBCക്ക് 1 അങ്ങനെ വേക്കൻസി വന്നിരിക്കുന്നത്. ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനെല്ലാം റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റാണ്. ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത് നിങ്ങൾക്ക് കാണാം ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയാണ്. ഇതിൽ 2 വേക്കൻസി, ജനറൽ 1, SCക്ക് 1 വേക്കൻസി വന്നിരിക്കുന്നത്. SC വേക്കൻസിയിലേക്ക് SC കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഫോട്ടോഗ്രാഫിയിലോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയിലോ ഉള്ള ആ ഒരു ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സാണ് എല്ലാം വിളിച്ചിരിക്കുന്നത്. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നമുക്ക് പോസ്റ്റ് കോഡ് 13 വരെയാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് വരുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 14 മുതൽ നമുക്ക് നോക്കാം. മൈക്രോബയോളജിയാണ്. EWSനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ്. EWS കാൻഡിഡേറ്റ്സിനെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മൈക്രോബയോളജി BSc മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ്. റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അടുത്തത് നിങ്ങൾക്ക് അപ്പം അത് അവിടെ കഴിഞ്ഞു കേട്ടോ. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് പോസ്റ്റ് കോഡ് 15 മുതൽ ടെക്നീഷ്യൻ B ആണ്. ഇതിൽ 22 വേക്കൻസി ഉണ്ട്. ഫിറ്ററിൽ 22 വേക്കൻസി ഉണ്ട്. ജനറൽ 10, OBC 6, SC 3, ST 1, EWS 2 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് SSLC പ്ലസ് ITI ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്ന ഫിറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കും. SSLC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 10th പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ITI ഫിറ്ററിൽ നിങ്ങൾക്ക് ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ITI ഇല്ല, നിങ്ങൾക്ക് എന്താണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണ് നിങ്ങൾ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, NAC വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ITയും NACയും രണ്ടും നിർബന്ധമല്ല, ഏതെങ്കിലും ഒന്ന് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. വേക്കൻസി ഞാൻ പറഞ്ഞു, ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് പ്ലസ് ITയോ അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രന്റീസ്ഷിപ്പോ ഫിറ്റർ ട്രെയിലായിരിക്കണം. ഫിറ്റർ ട്രെയിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്തത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. 12 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ISROയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ നമ്മൾ തരാം കേട്ടോ, അതിൻ്റെ ആൻസർ കീഴൊക്കെ ഉള്ള. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ജനറൽ 7, OBC 2, SC 2, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ITI ഇലക്ട്രോണിക് മെക്കാനിക്കിലുള്ള ITI അല്ലെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ ITI ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ടും NAC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. NTC വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്കൂടെ AC ആൻഡ് റെഫ്രിജറേഷൻ ആണ്, എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷനാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ജനറൽ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ITI തന്നെയാണ് ഈ പറയുന്ന AC ആൻഡ് റെഫ്രിജറേഷനിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ITI അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് പാസ്സായവരാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 രീതിയിൽ അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനടുത്ത വെൽഡർ 2 വേക്കൻസിയാണ്, ജനറൽ 1 OBC 1. ഇതിലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് പ്ലസ് IT അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് NAC പറയുന്ന വെൽഡർ ട്രേഡിൽ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. അതിൽ 1 മതി. ദെൻ അടുത്തത് മെഷീനിസ്റ്റ് ആണ്. ഇതിൽ ഒരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ വേക്കൻസി നിങ്ങൾ 1 ആണെങ്കിൽ നിങ്ങൾ 1 എന്ന് വിചാരിച്ച് നിൽക്കേണ്ട. SC ST OBC ഏത് കാറ്റഗറി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 10ാം ക്ലാസ് പ്ലസ് എന്താണ് മെഷീനിസ്റ്റ് ട്രേഡിൽ ITIയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീനിസ്റ്റ് ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീനിസ്റ്റ് ട്രേഡിൽ ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിനടുത്ത് ഇലക്ട്രിക്കലാണ് 3 വേക്കൻസിയാണ്, ജനറൽ 2, SCക്ക് 1 വേക്കൻസിയാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇനി അടുത്ത ടേണർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ ഒരു വേക്കൻസിയാണ്. അപ്പോൾ ടേണർ ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ഒന്നെങ്കിൽ ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI ഈ പറഞ്ഞിട്ട് ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് ഗ്രൈൻഡർ ആണ്, ജനറൽ ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഗ്രൈൻഡർ ട്രേഡിൽ ഒന്നെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI നിങ്ങൾ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും 1 മതി കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പോസ്റ്റ് നമ്പർ 22 വരെ നിങ്ങൾക്ക് ഇതാ ഏത് മുതൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾക്കൂടെ. 15 മുതൽ ടെക്നീഷ്യൻ തുടങ്ങിയിട്ട് 22 വരെയുള്ള ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അതത് ട്രേഡുകളിൽ ITIയോ അല്ലെങ്കിൽ NACയോ അല്ലെങ്കിൽ NTCയോ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രാഫ്റ്റ്മാൻ B ആണ്. ഇത് പോസ്റ്റ് നമ്പറോടെ കോഡ് കാണാൻ 23 ആണ്. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ്. 9 വേക്കൻസി ഇതിലുണ്ട്. ജനറൽ 5, OBC 2, SC 1, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞിരിക്കുക, അതല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. ഇത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സും പാസ്സായിരിക്കണം കേട്ടോ. അപ്പം ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് ഒന്നെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് NAC വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് NTC വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിളിച്ചിട്ടുണ്ട്. 4 വേക്കൻസിയാണ്. ഇതിൽ ജനറൽ 1, OBC 2, SC 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലും 10ാം ക്ലാസ് പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ എന്താണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്താണ് NAC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോ അല്ലെങ്കിൽ NTC കഴിഞ്ഞവരാണെങ്കിൽ NTC ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ITI അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ഏതെങ്കിലും 1 മതി കേട്ടോ. ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് 25 ഇത് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 4 വേക്കൻസി ഇതിലുണ്ട്. 2 വേക്കൻസി ജനറൽ, OBCക്ക് 1, SCക്ക് 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. എനി ഡിസിപ്ലിനാണ്, എനി ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 60% മാർക്ക് വേണമെന്നുള്ളൂ. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ 10 പോയിന്റ് സ്കെയിലുള്ള CGP അതായത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 6.32 മിനിമം ഉണ്ടായിരിക്കണം, എങ്കിലേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മിനിമം ആണ് പറയുന്നത്, അതിൽ കൂടിയാൽ പ്രശ്നമില്ല. 6.32 അറ്റ്ലീസ്റ്റ് ആ ഒരു 10 സ്കെയിലിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കണക്കാക്കുള്ളൂ. 60% തുല്യമായിട്ട് കണക്കാക്കുള്ളൂ. അതുകൊണ്ട് 10 പോയിന്റ് സ്കെയിലിൽ 6.32 ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഗ്രേഡ് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതെങ്കിൽ. ഇനി അതെല്ലാം പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക. എബവ് 60%, 60 60 എബവ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഗ്രാജുവേഷനിൽ കേട്ടോ. റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക്. ഇനി അതിൽ തന്നെ അസിസ്റ്റൻറ്റ് രാജ്ഭാഷ നമുക്ക് ബാംഗ്ലൂരിലും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു അതിൻ്റെ യൂണിറ്റിലേക്കും വിളിച്ചിട്ടുണ്ട് കേട്ടോ. MCFലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ അതിൽ ഒരു വേക്കൻസി ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 5 വേക്കൻസി ടോട്ടൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏജ് ലിമിറ്റ് ഇനി നോക്കണം. അപ്പം ഈ പറയുന്ന മെഡിക്കൽ ഓഫീസറൊക്കെ ആണെങ്കിൽ 18-35 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ 18 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഈ സയൻറ്റിസ്റ്റ് എഞ്ചിനീയറിലേക്ക് നമുക്ക് എല്ലാം ജനറൽ പോസ്റ്റാണ്. അതുകൊണ്ട് ഏജ് റിലാക്സേഷൻ കിട്ടില്ല നിങ്ങൾ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ. SC ST OBCക്ക് ഒന്നും അത് ജനറൽ വേക്കൻസി ആയതുകൊണ്ട്. ഇതിൽ നമുക്ക് ഇനീഷ്യലി നമുക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 84,250 രൂപ കിട്ടും. ബേസിക് പേ ആണ് പറയുന്നത്. അത് സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1,77,500 വരെ വരും കേട്ടോ. 56,000 മുതൽ. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ 18 to
35 ഇതിൽ നിങ്ങൾക്ക് ഒ ബി സിയുടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒ ബി സിയുടെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഒ ബി സി എൻ സി എൽ ആയിരിക്കണേ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എസ് സി എസ് ടി ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് റിസർവ്ഡ് ഉണ്ടെങ്കിൽ അവർക്കും ആ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. എക്സ് സർവീസിന് നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനീഷ്യലി നമുക്ക് 67,350 രൂപയാണ് നമുക്ക് ആ ഒരു മന്ത്ലി നമുക്കൊരു ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 18 to 35 ഇതിൻ്റെ ഏജ് ലിമിറ്റ്. ഇതിലും നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒ ബി സിക്ക് ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എസ് സി എസ് ടി ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 67,350 ഇതിൻ്റെ ആ ബേസിക് പേ വരുന്നത്. പിന്നെ അടുത്തത് ടെക്നീഷ്യൻ ബി ആണ്. ഇതിൻ്റെയും 18 to 35 ഇതിലും റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. ജനറൽ വേക്കൻസിയിലേക്ക് റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അതായത് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സ് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒ ബി സി ആണെങ്കിൽ 38, എസ് സി എസ് ടി ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 32,550 ബേസിക് പേ വരുന്നത്. പേ സ്കെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡ്രാഫ്റ്റ്മാൻ ബി 18 to 35 ഇതിലും നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ എസ് സി എസ് ടി ആണെങ്കിൽ 40, ഒ ബി സി എൻ സി ആണെങ്കിൽ 38, 32,550 ഇതിൻ്റെ ബേസിക് പേ വരുന്നത്. അസിസ്റ്റൻറ്റ് ആജുഭാഷ 18 to 28 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എസ് സി വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഒ ബി സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം ഏതൊക്കെ ഉള്ളത്. 38,250 രൂപയാണ് നമുക്ക് ആ ഒരു ബേസിക് പേ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ. ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന നിശ്ചിത റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എസ് സി എസ് ടിക്ക് 5 വർഷവും ഒ ബി സിക്ക് 3 വർഷവും. അത് നിങ്ങൾ ഈ പറയുന്ന റിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ എക്സ് സർവീസിനും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചയമായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പേ ആൻഡ് അലവൻസും കാര്യങ്ങളും നമുക്ക് പേ സ്കെയിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് പെൻഷൻ പുതിയ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഉൾപ്പെടുത്തും. അത് മാത്രമല്ല ട്രാൻസ്പോർട്ട് അലവൻസ്, ഫ്രീ ട്രാൻസ്പോർട്ട്, ഹൗസ് റെൻറ്റിൽ, അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ക്യാൻറ്റീൻ ഫെസിലിറ്റി, അട്രാക്റ്റീവ് മെഡിക്കൽ ബെനിഫിറ്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരിക്കും. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 19/9/2024 മുതൽ 9/10/2024 വരെ. നമ്മൾ വീഡിയോ ചെയ്യുന്നത് 18/9 ആണ് കേട്ടോ. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് ഓപ്പൺ ആവുക. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി കറക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും അതിൻ്റെ അഡ്മിറ്റ് കാർഡ്, കോൾ ലെറ്റർ ഒക്കെ വരിക കേട്ടോ. അപ്പോൾ മെയിൽ വഴിയാണ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ നമ്മളിതിലേക്ക് പോസ്റ്റിംഗ് ആയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും എന്താണ് ഈ പറയുന്ന നല്ല പോസ്റ്റിലേക്കൊക്കെ ആ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയേണ്ടത്. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു അതിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉയർന്ന ലെവലിലേക്ക്, പേ ലെവലിലേക്കൊക്കെ, നിങ്ങൾക്ക് ഹയർ ലെവലിലേക്കൊക്കെ മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ്സ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ആണ്. അപ്പോൾ ഓരോ പോസ്റ്റിനും വിവിധ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ് കോഡ്, അതാണ് ഞാൻ പറയുന്നത്. പോസ്റ്റ് കോഡ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് കോഡ് നോക്കണേ. പോസ്റ്റ് കോഡ് 1 മുതൽ 14 വരെയുള്ള ആ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 250 രൂപയാണ് ഫീ വരിക. പക്ഷേ എല്ലാ ഉദ്യോഗാർത്ഥികളും 750 ഇനീഷ്യലി കൊടുക്കണം. കാരണം ISROയുടെ എന്ന് പറഞ്ഞാൽ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യലി എല്ലാ ഉദ്യോഗാർത്ഥികളും 750 രൂപ ഫീ അടയ്ക്കണം. എന്നാൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, നമ്മൾ ജനറൽ മെയിലായിട്ടുള്ള ജനറൽ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ 750-ൽ 250 അവിടെ പിടിക്കുകയും ബാക്കി 500 അവരുടെ അക്കൗണ്ടിലേക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ അത് റീഫണ്ട് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന വിമൻ, SC ST, PWD, എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിലൊക്കെ യാതൊരു ഫീസും വേണ്ട. അവരും എന്ത് ചെയ്യണം, ഈ പറയുന്ന 750 രൂപ ഈ അപേക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. പക്ഷേ ഇവർ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ പറയുന്ന വനിതകൾക്കും SC ST കാൻഡിഡേറ്റ്സിനും PWD എക്സ് സർവീസ്മാനും അവരുടെ അക്കൗണ്ടിലേക്ക് ഫുൾ എമൗണ്ട് 750 എന്ത് ചെയ്യും, അതിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ഓക്കെ, റീഫണ്ട് ആകും. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ എന്താണ് 750-ൽ 250 അവർ പിടിച്ചിട്ട് 500 രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വരിക കേട്ടോ. എന്നാലും നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് 250 രൂപയാണ് ഫീ ആയിട്ട് കണക്കാക്കുന്നത്. ബാക്കി 500 നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. എക്സാമിന് പോകാതിരുന്നാൽ അത് അതിൻ്റെ ഫൈനായിട്ട് അവർ ഈടാക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം 15 to 26 ആണ്. 15 to 26-ലേക്കാണെങ്കിൽ നിങ്ങൾ 100 രൂപയാണ് അതിൻ്റെ ചാർജായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനീഷ്യലി 500 രൂപ ഫീ പേയ്മെൻറ്റ് കൊടുക്കണം. 500 രൂപ ഫീ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ SC ST PWD എക്സ് സർവീസ്മാൻ അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപയും എക്സാം എഴുതി കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 400 രൂപ എന്ത് ചെയ്യും, റീഫണ്ട് ആവും. 100 രൂപ എന്താണ് സർവീസ് ചാർജായിട്ട് പിടിക്കും, എക്സാം ഫീ ആയിട്ട് പിടിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ അപ്ലൈ ആവുന്നതിൻ്റെ അവിടെ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സ്കാൻ ചെയ്ത കോപ്പീസൊക്കെ വേണം. അതൊന്ന് റീസെൻറ്റ് കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ്.
നമ്മൾ 6 മന്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, JPG ഫോമാറ്റ് ആയിരിക്കണം, 50 KB 100 KB ഇടയിലായിരിക്കണം, ഫയൽ സൈസ് 110x140 പിക്സൽ ആയിരിക്കണം, അതിൻ്റെ ഡയമെൻഷൻ ഇതൊക്കെ കറക്റ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ JPG ആയിരിക്കണം, 50 KB 100 KB ഇടയിലായിരിക്കണം, 200x50 KB ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. പിന്നെ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണോ, ഡിഗ്രി ആണോ, IIT ആണോ, ഡിപ്ലോമയാണോ, എന്താ വെച്ചാൽ നിങ്ങൾ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും എല്ലാം എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമില്ല. ഇനി OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള SC/ST PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് ഉള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഈ ഫോർമാറ്റുകളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോമിൻ്റെ ആവശ്യമില്ല. അതല്ല നിങ്ങളുടെ SC/ST OBC റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. OBC ആണെങ്കിൽ OBC NCL ആണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു മോഡൽ മീൻസ് അതിൻ്റെ ഒരു സ്കീം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്ന ഓരോ പോസ്റ്റിൻ്റെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ ചോദിക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ എക്സാമൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട്, കേരളത്തിലും കൂടെ കാണാൻ പറ്റും. തിരുവനന്തപുരം മാത്രമേ എക്സാം സെൻറ്റർ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് നിങ്ങൾക്കിവിടെ കാണാം, ബാംഗ്ലൂർ ഉണ്ട്. ഓക്കെ, ഇത് കർണാടകയാണ്. നമുക്കറിയാം തമിഴ്നാടാണെങ്കിൽ ചെന്നൈ ഉണ്ട്. ഓക്കെ, ഓരോ സ്റ്റേറ്റ് വൈസ് നിങ്ങൾക്ക് ഓരോ സെൻറ്ററുകളെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. നമുക്ക് തിരുവനന്തപുരം പോയിട്ട് എക്സാം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചെന്നൈ പോകണമെങ്കിൽ ചെന്നൈ പോവാം. ഓക്കെ, ഇനി ഇതിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 19/9/2024, ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 9/10/2024 കേട്ടോ. 9/10 വരെയുള്ളൂ. അപ്പം നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം ISRO HSFC റിക്രൂട്ട്മെൻറ്റ് ആണ് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ISROയുടെ PYQs ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി വേറെ PYQs, അതായത് ISROയുടെ LPSൽ നടന്ന PYQസും അതിൻ്റെ ആൻസർ ക്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക നിങ്ങൾക്ക്. എന്നാൽ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേറെയും ISROയുടെ വിവിധ യൂണിറ്റിൽ നടന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഇത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലൈ ആവുന്നുള്ള ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് അല്ല, കാരണം നമുക്ക് 19/9 ഞാൻ വീഡിയോ ചെയ്യുന്നത് 18 നാളെയാണ് വരിക. നാളെ നമ്മൾ എന്ത് ചെയ്യും, ഇതിവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.